പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കേരളത്തിലെ മണ്ണുകൾക്ക് ആവശ്യമുള്ളതും അതുപോലെ തന്നെ എല്ലാവിധ കാർഷിക വിളകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു അത്ഭുത ജീവാണുവളത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വെസിക്കുലർ ആർബസ്കുലാർ മൈക്കോറൈസ എന്ന ഈ ജീവാണു സസ്യങ്ങളുടെ വേരിനുള്ളിലും പുറമേയുമായി നിലനിന്ന് സസ്യ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമാകുകയും അതുപോലെ തന്നെ മണ്ണിൽ ലഭ്യമായ ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളെ കൂടിയ അളവിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. വേരിനോട് ചേർന്ന് ഈ ജീവാണു വളരുന്നതുകൊണ്ട് സസ്യങ്ങളുടെ വേര് വരുന്ന ഭാഗത്താണ് ഇട്ടുകൊടുക്കേണ്ടത്. പച്ചക്കറി തൈകൾ പ്രൊട്രകളിൽ വളർത്തുമ്പോഴും അതുപോലെ തന്നെ ഗ്രോ ബാഗുകളിൽ ചെടികൾ വളർത്തുമ്പോഴുമൊക്കെ നമുക്ക് വാം പോട്ടിംഗ് മിക്സറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന നിരവധി ഹോർമോണുകളും വാം ഉൽപ്പാദിപ്പിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തീരെ വരണ്ട മണ്ണിൽ വാം നിലനിൽക്കുകയില്ല. അതിനാൽ മണ്ണിൽ നന നൽകിയതിന് ശേഷം വേണം വാം ഉപയോഗിക്കാൻ. വാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാസകീടനാശിനികൾ ഒഴിവാക്കുക. മരച്ചീനി, നെല്ല്, വഴുതിന, പാവൽ, പടവലം, ഇഞ്ചി, പൈനാപ്പിൾ, വാഴ, മാവ്, വിവിധതരം പയറുവർഗ്ഗങ്ങൾ എന്നിവയ്ക്കൊക്കെ വാം ഉപയോഗിക്കുന്നത് അത്യുത്തമമാണ്. ഗ്രോ ബാഗുകൾ, ചെടിച്ചട്ടികൾ, പ്രോട്രകൾ, കണ്ടെയ്നറുകൾ എന്നിവയിലെല്ലാം കൃഷി ചെയ്യുമ്പോൾ മണ്ണ് മിശ്രിതത്തോടൊപ്പം വാമും കൂടി ചേർത്ത് കൊടുക്കുക. കൃഷി വകുപ്പിൻ്റെ ഗവേഷണ സ്ഥാപനങ്ങൾ വഴി ഉൽപ്പാദിപ്പിച്ച് കർഷകരിലെത്തിക്കുന്ന ഇതിൻ്റെ പാക്കറ്റുകളിൽ ഉപയോഗക്രമം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്.